പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ ജോസഫിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും. മൈലംപുള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മുണ്ടൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, വളരെ വേദനയുണ്ടാക്കിയൊരു വാർത്തയാണ്, വലിയ വിഷമമുണ്ടാക്കിയൊരു വാർത്തയാണ്. യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം, വലിയ പ്രതിഷേധമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ആ നാട്ടിൽ നമ്മൾ കണ്ടു. എന്താണ് പുതിയ വിവരങ്ങൾ? സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിപിൻ. ഇപ്പോൾ പാലക്കാടുള്ള ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ കയറങ്കോടുള്ള വീട്ടിലേക്ക് എത്തിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിപ്പോൾ ഈ വർഷം തുടങ്ങിയതിന് ശേഷം തന്നെ 12ാമത്തെ കാട്ടാനാക്രമണത്തിലെ മരണമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണ്. കാരണം 3 മാസമേ ആയിട്ടുള്ളൂ. ഈ 3 മാസത്തിലാണ് ഇപ്പോൾ 12ാമത്തെ ആളും കൊല്ലപ്പെടുന്നത്. ഇതിപ്പോൾ ഈ കയറങ്കോട് വീട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ളത് വീടാണ്. ഇതിന് തൊട്ടടുത്ത് ഏകദേശം വിളിച്ചാൽ ഒരു വെളിപ്പുറത്തുള്ള ഒരു സമയത്താണ് ഈ കാട്ടാന ആക്രമിക്കുന്നത്. ഈ കാട്ടാന തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരികയും ഇവർ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു അലനും അമ്മ വിജിയും. ആ വരുന്ന സമയത്ത് തന്നെ കാട്ടാന വരികയും ആക്രമിക്കുകയുമായിരുന്നു. അതിനുശേഷം ആന ചിഹ്നം വിളിച്ചു. ആ ചിഹ്നം വിളി ഈ വീട്ടിലുള്ളവർ ഉൾപ്പെടെ കേട്ടിട്ടുണ്ട്. അവർ ആർക്കോ എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ആനയുടെ മുന്നിൽ പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതൊക്കെ കരുതുകയും ചെയ്തു. പക്ഷേ അത് ആ വീട്ടിലെ അലനായിരിക്കും, അല്ലെങ്കിൽ അരൻ്റെ മരണത്തിന് ശേഷമുള്ള ഒരു കൊന്നതിന് ശേഷമുള്ള ഒരു ചിഹ്നം വിളിയാണ് എന്നുള്ളത് ആ വീട്ടുകാർ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നീട് ഈ അമ്മ അയൽക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ്, ഫോണിലൂടെ അടുത്തുള്ളവരെയൊക്കെ വിളിക്കുകയും ബന്ധുക്കളെ വിളിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ വിവരം പെട്ടെന്ന് തന്നെ ആളുകൾ ഓടിക്കൂടുകയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. അമ്മ ഇപ്പോഴും തൃശ്ശൂർ ആശുപത്രിയിലാണ്. തോളലിനെ സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്, ഒപ്പം തന്നെ നട്ടലിനും പരിക്കേറ്റിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വീട്ടിലേക്ക് അവസാനമായി മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്നുള്ളത് സംബന്ധിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാരൊക്കെ ആയിട്ടുള്ളൊരു കൂടിയാലോചന നടത്തുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും അമ്മയെ വീട്ടിലേക്ക് ഇന്ന് എത്തിക്കുന്ന കാര്യത്തിലൊരു തീരുമാനത്തിലെത്തുകയുള്ളൂ. ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം ഒരു 1 മണിക്ക് ഇവിടെ മൈലംപുള്ളിയിലുള്ള ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര ധനസഹായം 10 ലക്ഷം രൂപയായിരുന്നു. അതിൽ ആദ്യ ഗഡുവായിട്ടുള്ള 5 ലക്ഷവും ഒപ്പം തന്നെ അമ്മയുടെ ചികിത്സാർത്ഥം 1 ലക്ഷം അലൻ ജോസഫിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയോടുകൂടി നടക്കും. വിപിൻ സി വിജയൻ വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.